അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 30 ചൊവ്വാഴ്ച. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും കൊടുംചൂട് തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പാലക്കാട് ജില്ലയ്ക്ക് പുറമെ തൃശൂർ ജില്ലയിലും ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചതായി മന്ത്രി കെ രാജൻ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നലെ പുറപ്പെടുവിച്ച താപനില കണക്ക് പ്രകാരം പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ഉയർന്ന താപനില സാധാരണയേക്കാൾ 5 മുതൽ 5.5 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ രേഖപ്പെടുത്തി. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിൽ ഉയർന്ന താപനില 3 മുതൽ 4 ഡിഗ്രി വരെ അധികം രേഖപ്പെടുത്തി. ഉഷ്ണതരംഗം അതീവ ജാഗ്രത വേണ്ട സാഹചര്യമാണെന്നും പൊതുജനങ്ങൾ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തി സുരക്ഷിതരായി ഇരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടയ്ക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിനാലാണ് തീരുമാനം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന ദിവസങ്ങളിൽ അവധി നൽകണം. ജില്ലയിലുടനീളം തണ്ണീർപന്തലുകൾ ആരംഭിക്കണം. പുറം മൈതാനിയിൽ നടക്കുന്ന കായിക വിനോദങ്ങൾ 11 മുതൽ 3 മണി വരെ അനുവദിക്കില്ല. റെഡ് അലർട്ട് നൽകിയാൽ ഇരുചക്ര വാഹനങ്ങൾ പുറത്തിറക്കുന്നതിലടക്കം നിയന്ത്രണം വേണ്ടിവരുമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കണ്ണൂർ ജില്ലയിലെ ചെറുകുന്ന് പുന്നച്ചേരിയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 5 മരണം. കാർ യാത്രികരാണ് മരിച്ച 5 പേരും. കാസർഗോഡ് കാലിച്ചാനടുക്കം ശാസ്താംപാറ ശ്രീശൈലത്തിൽ KN പത്മകുമാർ, കാസർഗോഡ് ഭീമനടി മണ്ഡപം കമ്മാടത്ത് ചൂരിക്കാട്ട് സുധാകരന്റെ ഭാര്യ അജിത, സുധാകരന്റെ ഭാര്യ പിതാവ് പുത്തൂർ കൊഴുമൽ കൃഷ്ണൻ, അജിതയുടെ സഹോദരൻ അജിത്തിന്റെ മകൻ ആകാശ് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10:45 അപകടം. രാജ്യത്തെ പല ഭീകരാക്രമണങ്ങളും ആസൂത്രണം ചെയ്തത് പോപ്പുലർ ഫ്രണ്ടാണെന്നും ഇത്തരം ആളുകളുമായി കൂട്ടുകൂടുന്ന കോൺഗ്രസിനെ രാജ്യത്തെ സുരക്ഷിതമാക്കാൻ കഴിയുമോ എന്നും പൂനെയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദിച്ചു. രാജ്യത്ത് തീവ്രവാദം വളർന്നപ്പോൾ കോൺഗ്രസ് ഗൂഢാലോചന നടത്തിയെന്നും കാവി ഭീകരത എന്ന പേര് പറഞ്ഞ് രാജ്യത്തെ ഹിന്ദുക്കളെ വേട്ടയാടിയെന്നും നരേന്ദ്രമോദി വിമർശിച്ചു. EP ജയരാജന് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയെന്നും ജയരാജൻ LDF കൺവീനർ സ്ഥാനത്ത് തുടരുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. EP വിവാദത്തിൽ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് LDF കൺവീനർ കൂടിയായ ജയരാജന് നിർദ്ദേശം നൽകിയെന്നും അദ്ദേഹം അറിയിച്ചു. കമ്മ്യൂണിസ്റ്റ് വിരോധമാണ് EP-ക്കെതിരായ ആരോപണത്തിന് പിന്നിലെന്ന് EP തന്നെ വിശദീകരിച്ചു. കൂടാതെ ദല്ലാൽ നന്ദകുമാറിനെ പോലുള്ളവരുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വൈകാരികമായ വിശദീകരണവുമായി EP ജയരാജൻ. ദല്ലാൽ നന്ദകുമാർ തന്നെ കൊടുക്കാൻ ശ്രമിച്ചു. തനിക്കെതിരെ ഗൂഢാലോചന നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളുകളായി. കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ തുറന്നു പറഞ്ഞത് സംശയങ്ങൾ ഒഴിവാക്കാനായിരുന്നു. ദല്ലാളുമായുള്ള ബന്ധം നേരത്തെ ഉപേക്ഷിച്ചു. ജാവദേക്കറെ കണ്ടതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ലെന്നും ചില മാധ്യമങ്ങളും ഗൂഢാലോചനയിൽ പങ്കാളിയായെന്നും അദ്ദേഹം വിമർശിച്ചു. CPM-നും മുഖ്യമന്ത്രിക്കും EP ജയരാജനെ തൊടാൻ ഭയമാണെന്ന് VD സതീശൻ. മുഖ്യമന്ത്രിയുടെ ഏജന്റായി BJP-യുമായി സംസാരിച്ച EP-ക്കെതിരെ ചെറുവിരൽ അനക്കാനുള്ള ധൈര്യം CPM-നില്ല. EP-യുടെ നാവിൻ തുമ്പിലുള്ളത് CPM-നെയും മുഖ്യമന്ത്രിയെയും ഒന്നാകെ തകർക്കാനുള്ള ബോംബുകളാണെന്നും VD സതീശൻ വിമർശിച്ചു. EP ജയരാജനെതിരെ അച്ചടക്ക വാളോങ്ങിയാൽ താനും പെടുമെന്ന ബോധ്യം മുഖ്യമന്ത്രിക്കുണ്ടെന്നും അതുകൊണ്ടാണ് സംഘപരിവാർ നേതൃത്വവുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയ EP-യെ നിഷ്കളങ്കനെന്നും സത്യസന്ധനുമെന്നൊക്കെ പാർട്ടി സെക്രട്ടറിയെ കൊണ്ട് പറയിപ്പിച്ചതെന്നും KPCC അധ്യക്ഷൻ K സുധാകരൻ. ഉൾപാർട്ടി രഹസ്യങ്ങൾ അറിയുന്നയാൾ പാപിയായാൽ ശിവൻ മാത്രമല്ല മൊത്തം കൈലാസവും പാപമുക്തമാണെന്ന് വിശ്വസിക്കുന്ന ഭീരുക്കളായ വിഡ്ഢികളാണ് CPM-നെ നയിക്കുന്നതെന്നും സുധാകരൻ പരിഹസിച്ചു. പിണറായി വിജയൻ തന്റെ സഹായം തേടിയിരുന്നെന്നും താൻ ഒരു പാപിയായതുകൊണ്ടാകാം പിണറായി തന്നെ ബന്ധപ്പെട്ടതെന്നും ദല്ലാൽ TG നന്ദകുമാർ. ലാവ്ലിനുമായി ബന്ധപ്പെട്ട കേസ് 2016 വീണ്ടും കോടതിയിൽ വന്നപ്പോൾ കേസ് ഹൈക്കോടതി ബെഞ്ചിൽ നിന്ന് മാറ്റിവെക്കാൻ പിണറായി വിജയൻ തന്റെ സഹായം തേടിയെന്ന ഗുരുതര ആരോപണമാണ് TG നന്ദകുമാർ ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം ജയരാജന്റെ സമ്മതത്തോടെയാണ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് താൻ പുറത്തു പറഞ്ഞതെന്നും പ്രകാശ് ജാവദേക്കർ EP ജയരാജന്റെ മകന്റെ ഫ്ളാറ്റിൽ വന്ന സംഭവം EP സ്ഥിരീകരിച്ചത് താൻ പറഞ്ഞിട്ടാണെന്നും നന്ദകുമാർ വ്യക്തമാക്കി. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ഏഴ് നിറമേന്തിയും മോഹമു
ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. വർഗീയതയുടെ ചാപ്പ തന്റെ മേൽ വീഴ്ത്താമെന്ന് ആരും കരുതേണ്ടെന്നും EP ജയരാജൻ വിഷയം വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തനിക്കെതിരെ നടക്കുന്ന വർഗീയ ആരോപണമെന്നും ഷാഫി പറമ്പിൽ. അമർ അക്ബർ അന്തോണി എന്ന സിനിമയിലെ നല്ലവനായ ഉണ്ണിയെ പോലെയാണ് ഷാഫി പറമ്പിൽ എന്നായിരുന്നു ജയരാജന്റെ പരിഹാസ പരാമർശം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത വിമർശനവുമായി പത്മജ വേണുഗോപാൽ. സ്വന്തം അമ്മയുടെ പ്രായമുള്ള സ്ത്രീകളെപ്പറ്റി എന്തൊക്കെയാണ് ഈ സൈബർ കുഞ്ഞ് പറയുന്നതെന്ന് പത്മജ വേണുഗോപാൽ ചോദിച്ചു. തന്നെ പറഞ്ഞത് ക്ഷമിച്ചു, തന്റെ അച്ഛനെപ്പറ്റി പറഞ്ഞു, രാഷ്ട്രീയത്തിൽ ഇല്ലാതിരുന്ന തന്റെ അമ്മയെപ്പറ്റി പറഞ്ഞു, ഇപ്പോൾ ശൈലജ ടീച്ചറെ പറ്റി പറയുന്നത് കേട്ടു. ഇലക്ഷനിൽ നിൽക്കേണ്ടി വന്നാൽ ഒരു സ്ത്രീയുടെ വോട്ട് പോലും നിങ്ങൾക്ക് കിട്ടില്ലെന്നും ആദ്യം സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കൂ എന്നും പത്മജ കൂട്ടിച്ചേർത്തു. മുതലപ്പൊഴിയിൽ ഇന്നലെ മത്സ്യത്തൊഴിലാളി മരിച്ച സംഭവത്തിൽ കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകി. മുതലപ്പൊഴിയിൽ പ്രഖ്യാപിച്ച പരിഹാരങ്ങൾ അടിയന്തരമായി നടപ്പാക്കണം, അല്ലെങ്കിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. സർക്കാർ നൽകിയ ഉറപ്പുകൾ പാഴായി എന്നും അസോസിയേഷൻ വിമർശിച്ചു. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിൽ മാറ്റം. മെയ് 2 മുതൽ റോഡ് ടെസ്റ്റിന് ശേഷമായിരിക്കും ടെസ്റ്റ്. റോഡ് ടെസ്റ്റിലും മാറ്റമുണ്ടായിരിക്കും. വിശദമായ സർക്കുലർ ഇറക്കുമെന്ന് ഗതാഗത കമ്മീഷണർ അറിയിച്ചു. പുതിയ ട്രാക്ക് ഒരുക്കി ടെസ്റ്റ് നടത്താനുള്ള സൗകര്യങ്ങൾ പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് നിർദ്ദേശം. EP ജയരാജനെതിരെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ച കാര്യങ്ങളിൽ ശരിയുണ്ടെന്ന് EP തുറന്നു പറഞ്ഞു. ഒരു കാരണവശാലും അങ്ങനെ പോകാൻ പാടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാന നേതാവാണെന്ന കാര്യം ഓർക്കണമായിരുന്നു. BJP നേതാക്കളെ കണ്ടെങ്കിൽ പാർട്ടിയിൽ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യണമായിരുന്നു എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. CPM-ന്റെ തെറ്റും ശരിയും തീരുമാനിക്കേണ്ടത് പാർട്ടിയാണെന്നും എന്നാൽ CPI നിലപാട് LDF യോഗത്തിൽ ഉന്നയിക്കുമെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ദല്ലാൾമാരെ അകറ്റി നിർത്തണമെന്നത് നിർബന്ധമാണ്. ഇത്തരം വിഷയങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്നത് ഇടതു പാർട്ടികളുടെ പൊതു നിലപാടാണെന്നും ബിനോയ് വിശ്വം അഭിപ്രായപ്പെട്ടു. EP ജയരാജനെ പാർട്ടി പിന്തുണച്ച നിലപാടിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഉഷ്ണതരംഗം മൂലമുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സ്വയം പ്രതിരോധം ആവശ്യമാണെന്ന് മന്ത്രി വീണ ജോർജ്. ജില്ലാ ഭരണകൂടവുമായി ചേർന്ന് ജില്ലകളുടെ സാഹചര്യം ഇടയ്ക്കിടെ വിലയിരുത്താനും അതനുസരിച്ച് നടപടികൾ സ്വീകരിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. അവബോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് 71.27% വോട്ട് രേഖപ്പെടുത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. വീട്ടിൽ വോട്ട് രേഖപ്പെടുത്തിയവരും അവശ്യ സേവന വിഭാഗങ്ങൾക്കായി ഒരുക്കിയ വോട്ടർ ഫെസിലിറ്റേഷൻ കേന്ദ്രങ്ങളിലെത്തി വോട്ട് രേഖപ്പെടുത്തിയവരും ഇതിൽ ഉൾപ്പെടും. സംസ്ഥാനത്ത് ഭൂരിപക്ഷം സീറ്റുകൾ LDF-ന് ലഭിക്കുമെന്ന് MV ഗോവിന്ദൻ. വടകരയിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടായിയെന്നും BJP വോട്ടുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയെന്നും ഗോവിന്ദൻ പറഞ്ഞു. രാജ്യത്ത് മതനിരപേക്ഷ സർക്കാർ അധികാരത്തിലെത്തുമെന്നാണ് പ്രതീക്ഷ. തൃശൂരിൽ BJP 3ാം സ്ഥാനത്താവും. ഇടതു വോട്ടുകളെല്ലാം കൃത്യമായി പോൾ ചെയ്യപ്പെട്ടുവെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFE-യുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. BJP-ക്കെതിരെ വിമർശനവുമായി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. ഡൽഹി പോലീസിനെ ഉപയോഗിച്ച് തന്നെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് BJP. എന്തുവന്നാലും ഭയപ്പെടില്ലെന്നും തെലങ്കാനയിൽ മോദിയെയും അമിത്ഷായെയും കോൺഗ്രസ് തറപറ്റിക്കുമെന്നും രേവന്ത് റെഡ്ഡി കൂട്ടിച്ചേർത്തു. ബീഹാറിലെ ബെഗുസാരായിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടെ അമിത്ഷാ സഞ്ചരിച്ച ഹെലികോപ്റ്റർ നിയന്ത്രണം വിട്ടു. സംഭവത്തിന്റെ വീഡിയോ വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടു. പൈലറ്റിന്റെ സംയോജിത ഇടപെടലിലൂടെ വൻ അപകടം ഒഴിവായി എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ലൈംഗിക പീഡന കേസിൽ ഉൾപ്പെട്ട ഹാസൻ MP-യും സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുമെന്ന് ജനതാദൾ എസ് കർണാടക അധ്യക്ഷൻ കുമാരസ്വാമി അറിയിച്ചു. പ്രജ്വൽ സ്വയം ചിത്രീകരിച്ച ഒട്ടേറെ സ്ത്രീകൾ ഉൾപ്പെട്ട ആയിരക്കണക്കിന് ലൈംഗിക ദൃശ്യങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് നടപടി. പ്രചരിക്കുന്നത് 5 വർഷത്തോളം പഴയ വീഡിയോകളാണെന്ന് പിതാവും MLA-യുമായ HD രേവണ്ണ പറഞ്ഞു. ഭാര്യയുടെ ബന്ധു കൂടിയായ സ്ത്രീയുടെ പരാതിയിൽ രേവണ്ണയ്ക്കെതിരെയും പീഡന കേസെടുത്തിട്ടുണ്ട്. 1000-ഓളം സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിച്ച ദേവഗൌഡയുടെ കൊച്ചുമകനും കർണാടക ഹസൻ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണ വിവാദത്തിൽ മോദിയും അമിത്ഷായും നിശബ്ദരായി തുടരുന്നത് എന്തുകൊണ്ടെന്ന് പ്രിയങ്ക ഗാന്ധി. പ്രജ്വലുമായി വേദി പങ്കിട്ട് അയാൾക്കു വേണ്ടി വോട്ട് ചോദിച്ച ആളാണ് മോദിയെന്നും പ്രിയങ്ക കുറ്റപ്പെടുത്തി. കർണാടകയിൽ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന സ്ഥലങ്ങളിൽ 9 മുതൽ 10 സീറ്റുകളിൽ കോൺഗ്രസ് വിജയിക്കുമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ.
മോദി സർക്കാരിന്റെ പരാജയമാണ് ഇതിന് കാരണം. മുസ്ലിം സംവരണങ്ങളെക്കുറിച്ചുള്ള മോദിയുടെ പരാമർശങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും സിദ്ധരാമയ്യ പറഞ്ഞു. കാനഡയിൽ ഖലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ച ചടങ്ങിൽ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ. കാനഡയിൽ വിഘടനവാദത്തിനും തീവ്രവാദത്തിനും അക്രമത്തിനും അവസരം നൽകുന്നതിന് തെളിവാണിതെന്ന് ഇന്ത്യ വിമർശിച്ചു. ISL സെമിഫൈനൽ ആദ്യപാദത്തിൽ നേടിയ തകർപ്പൻ വിജയത്തിന് പിന്നാലെ രണ്ടാം പാദ മത്സരത്തിലും FC ഗോവയെ തകർത്ത് മുംബൈ സിറ്റി FC ഫൈനലിൽ. രണ്ടാം പാദ സെമിയിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു മുംബൈയുടെ വിജയം. ആദ്യപാദ മത്സരത്തിൽ നേടിയ 3-2 ജയമടക്കം ഇരുപാദങ്ങളിലുമായി 5-2 ഗോവയെ തകർത്തെറിഞ്ഞാണ് മുംബൈയുടെ ഫൈനൽ പ്രവേശനം. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ കരുത്തരായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസാണ് മുംബൈയുടെ എതിരാളികൾ. IPL ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 7 വിക്കറ്റിന്റെ ആധികാരിക ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹിക്ക് 9 വിക്കറ്റ് നഷ്ടത്തിൽ 153 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. മറുപടി ബാറ്റിംഗിനിറങ്ങിയ കൊൽക്കത്ത 33 പന്തിൽ 68 റൺസ് എടുത്ത ഫിലിപ്പ് സാൾട്ടിന്റെ കരുത്തിൽ 16.3 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. ഡൽഹിയുടെ 3 വിക്കറ്റുകൾ പിഴുതെടുത്ത കൊൽക്കത്തയുടെ വരുൺ ചക്രവർത്തിയാണ് കളിയിലെ താരം. ഇതോടുകൂടി ഡെയിലി ന്യൂസിന് ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.